ന്യൂക്ലിയർ ഫിസിക്സിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന ന്യൂക്ലിയർ മോഡൽസ് ആണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഏറ്റവും ഈസി നമുക്ക് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ, നമുക്ക് സെമി എംപിരിക്കൽ മാസ് ഫോർമുല, ഇതൊക്കെയാണ് നമുക്ക് അവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടിയിരുന്നത്. സോറി, അത് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലാണ്, ലിക്വിഡ് മോഡലിലാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് അവിടെ ബൈൻഡിങ് എനർജി കർവ്, ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടിയിരുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മിസ് ഓൺ തിയറി, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ആയപ്പോൾ പിന്നെ നമ്മൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ നോക്കി, അതിനകത്താണ് സെമി എംപിരിക്കൽ മാസ് ഫോർമുല വരുന്നത്. ദെൻ സെക്കൻഡ്ലി നോക്കിയതാണ് അതിൽ ഷെൽ മോഡലും അതേപോലെ തന്നെ കളക്റ്റീവ് മോഡലും. അപ്പോൾ അത് നമുക്ക് ഷെൽ മോഡൽ, ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ രണ്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കളക്റ്റീവ് മോഡലും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നമ്മളൊരു ഹാഫ് പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന് ശേഷം വരുന്ന ചാപ്റ്റേഴ്സ്, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്റർ ലാസ്റ്റ് വന്നിട്ട് ഒരു ചാപ്റ്റർ മാത്രമേ, എലമെന്ററി പാർട്ടിക്കിൾസ് മാത്രമേ കുറച്ച് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചതിന്റെ കുറച്ചൊരു അഡ്വാൻസ് വെർഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. പുതുതായിട്ട് പഠിക്കുന്ന നമ്മൾ എലമെന്ററി പാർട്ടിക്കിൾസ് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. A+ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അടുപ്പിച്ച് നമുക്ക് എന്ത് ഒരു 80% മുകളിൽ തന്നെ മാർക്ക് ഇപ്പോൾ ഈ ഒരു ലെവലിൽ പഠിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് നമുക്ക് നോക്കാം, ഒരു റേഡിയോ ആക്ടിവിറ്റി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കെമിസ്ട്രി ആണ് സബ്സിഡറി സബ്ജക്ട്, നിങ്ങൾ റേഡിയോ ആക്ടിവിറ്റി മുമ്പേ പഠിച്ചിട്ടുണ്ടായിരിക്കും. കാരണം S4 കഴിയുന്ന മുമ്പേ തന്നെ നമുക്ക് എന്ത് കെമിസ്ട്രിക്കകത്ത് റേഡിയോ ആക്ടിവിറ്റി S3 വരുന്നത്, റേഡിയോ ആക്ടിവിറ്റി S3 S4 വരുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം എന്താണ് റേഡിയോ ആക്ടിവിറ്റി. ശരിക്കും എന്താണ് റേഡിയോ ആക്ടിവിറ്റി? റേഡിയോ ആക്ടിവിറ്റി എന്ന് നമ്മളിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? പെട്ടെന്ന് ഓർമ്മ വരുന്നത് റേഡിയേഷൻസിനെ കുറിച്ചായിരിക്കും. ഓക്കെ, റേഡിയേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് എന്തോ നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമാണ് റേഡിയോ ആക്ടിവിറ്റി. അല്ലെങ്കിൽ നമുക്ക് മനുഷ്യർക്ക് തന്നെ ദോഷമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പവർ പ്ലാന്റ് ഒക്കെ വരുന്ന സമയത്ത്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഒക്കെ വരുവാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നമ്മൾ ആദ്യം സമരം ചെയ്യുന്ന റേഡിയേഷൻസ് ഉണ്ടാവും. അവിടെ നമുക്ക് റേഡിയോ ആക്ടിവിറ്റിയുടെ കാരണങ്ങളുണ്ട്, റേഡിയേഷൻസ് ഉണ്ടാവും, ആൾക്കാർക്ക് ദോഷമായിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് കേട്ടോളൂ റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ച്. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എപ്പോഴും റേഡിയോ ആക്ടിവിറ്റിക്ക് ഉള്ളത്. കാരണം അത് ശരി തന്നെയാണ്. കാരണം എന്ത് ചെയ്യുന്നു, നമ്മുടെ ആറ്റത്തിനകത്ത്, നമ്മുടെ മോളിക്യൂൾസ്, നമ്മുടെ ബയോ മോളിക്യൂൾസിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ റേഡിയോ ആക്ടിവിറ്റി കാരണം പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓക്കെ, നമ്മുടെ സെല്ലൊക്കെ ഡാമേജ് ആയി പോകും. ക്യാൻസർ അതുപോലത്തെ അസുഖങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ പിടിക്കും, അതുപോലത്തെ ഡിസീസൊക്കെ. ഓക്കെ, അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി ശരിക്കും നമുക്ക് ദോഷമാണ്. പക്ഷെ നമുക്കൊന്ന് നേരിടണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കുറച്ച് അഡ്വാൻസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, റേഡിയോ ആക്ടിവിറ്റി നമുക്ക് കുറച്ച് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഒരു ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ, ഏതൊരു കാര്യമായാലും എത്ര നല്ലതാണെങ്കിൽ എന്താ, അത് മോശമായിട്ട് മാറാം. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി അങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഏറ്റവും അപകടമായിട്ടുള്ള കാര്യമാണ്. സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി മീൻസ്, അതിന്റെ ഒരു വേർഡ് മീൻസ് എന്താണ്, റേഡിയേഷൻസ് പുറപ്പെടുവിക്കുക, റേഡിയേഷൻസ് കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ ബേസിക്കലി ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാരന്റ് ഐസോടോപ്പ് ആണ്. ഓക്കെ, പാരന്റ് ഐസോടോപ്പ് ആണ്. അത് റേഡിയോ ആക്ടിവിറ്റി മാറിയിട്ട് എന്ത് ചെയ്യും, റേഡിയേഷൻസ് പുറപ്പെടുവിച്ചിട്ട് പിന്നീട് ഡോട്ടർ ഐസോടോപ്പ് ആയിട്ട് മാറും. ഇതിപ്പോ ഒരു ബേസ് ഐഡിയ മാത്രമേ ഉള്ളൂ. എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് തിയറി ഒന്നും പറയുന്നത്, ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു ബേസ് ഐഡിയ മാത്രം. എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം കാണിച്ച ഫിഗറാണ്, അല്ല ബേസ് വേറൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് റേഡിയേഷൻ എന്നോ അങ്ങനെ ഒന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഇതില് ഫസ്റ്റ് നമുക്ക് ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഫിനോമിന ഒബ്സർവ് ചെയ്യുന്ന 1896 ഹെൻറി ബെക്യൂറൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം ഒബ്സർവ് ചെയ്യുന്നത്. ശരിക്കും അത് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു എക്സ്പെരിമെന്റ് ഒന്നും അല്ല. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് കുറച്ച് യുറേനിയം സോൾട്ട് എന്ത് ചെയ്യാണ്, ഒരു ബ്ലാക്ക് പേപ്പറിൽ കുറച്ച് വാർപ്പ് ചെയ്ത് പൊതിഞ്ഞു വെച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ലാബിനകത്ത് എന്ത് ചെയ്തു, ലാബിനകത്ത് ഇരുന്ന ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ അവിടെ എന്ത് കാണാൻ പറ്റി, കുറച്ച് കളേഴ്സ്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ അവിടെ എന്ത് ചെയ്തു, എന്തോ ഒരു റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റി, ഒബ്സർവ് ചെയ്യാൻ പറ്റി. ശരിക്കും ഇത് എന്താണ് ചെയ്തത്, അവിടെ ഇതിന്റെ റേഡിയേഷൻസ് അടിച്ച ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ എന്ത് ചെയ്തു, അവിടെ ആ ഒരു കളർ വേരിയേഷൻ കാണിച്ചത്. അപ്പൊ ഇതിങ്ങനെ വെറുതെ വെച്ചിരുന്നു. അന്നൊക്കെ ഈ സയന്റിസ്റ്റ് റിസർച്ച് നടക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഇതുപോലത്തെ ആറ്റംസ് അല്ലെങ്കിൽ ഇതുപോലത്തെ എലമെന്റ്സ് ഒക്കെ അവർ ലാബിൽ സൂക്ഷിക്കും. കാരണം അവർക്ക് അറിയില്ല ഇത് റേഡിയോ ആക്ടിവിറ്റി എമിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നോ അങ്ങനെയൊന്നും അവർക്ക് അറിയത്തില്ല. പ്രിക്കോഷൻസ് എടുക്കണം എന്നൊന്നും അറിയത്തില്ല. കാരണം എന്ത് ചെയ്തിട്ടില്ല, റേഡിയോ ആക്ടിവിറ്റി അന്നൊന്നും കണ്ടുപിടിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കെയർലെസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി, ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റി, ഇങ്ങനെ റേഡിയേഷൻസ് ഉണ്ട്. പിന്നീട് ഇതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നടത്തിയത് റൂദർഫോർഡ് ആണ് എന്ത് ചെയ്തത്, അടുത്ത് ഇതിനെ കുറിച്ചൊരു സ്റ്റഡി കൊണ്ടുവന്നത്. കാരണം അവിടെ ഈ റേഡിയേഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാസസിന് അയനൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഈ ഒരു റേഡിയേഷൻസ് അത് കടന്നു പോകുന്ന ഒരു ഗ്യാസ് ചേമ്പറിൽ കൂടി നമ്മൾ എന്ത് ചെയ്തു, ഒരു റേഡിയോ ആക്ടിവിറ്റി റേഡിയേഷൻസ് ഏതെങ്കിലും റേഡിയേഷൻ നമ്മൾ കടത്തി വിട്ടു. അപ്പോൾ അവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസിന് എന്ത് ചെയ്യും, ഇത് അയനൈസ് ചെയ്യുന്നത് റൂദർഫോർഡ് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ അത് കണ്ടെത്തിയതെന്ന് വെച്ചാൽ അവിടെ എന്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഒരു ഗ്യാസ് മോളിക്യൂൾ, അത് വേറെ പാറ്റേൺസ് ഒക്കെ ഉണ്ട്, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഒബ്സർവ് ചെയ്തു. ഇങ്ങനെയാണ് എന്ത് ചെയ്തത് റേഡിയോ ആക്ടിവിറ്റിയുടെ കേസിൽ ആദ്യത്തെ ഒരു ഐഡിയ അല്ലെങ്കിൽ ബേസ് ഐഡിയ എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടെത്തിക്കുന്നത്. ശരിക്കും റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിക്കണം എന്ന ഉദ്ദേശത്തോടെ ഒന്നല്ല, ആക്സിഡന്റലി കണ്ടെത്തിയാണ്. നമ്മുടെ എക്സ്റേസ് ഇതുപോലെയാണ്. ഓക്കെ, എക്സ്റേസ് റോൺജൻ എന്ന സയന്റിസ്റ്റും അദ്ദേഹം വെറുതെ ഒരു കാര്യം ചെയ്ത് നോക്കിയപ്പോൾ എന്ത് ചെയ്തത് എക്സ്റേസ് അവിടെ നമുക്ക് ഡിസ്കവറി നടത്തിയത്. അപ്പോൾ അതേപോലെ നമ്മുടെ റേഡിയോ ആക്ടിവിറ്റിയും ഇതും ശരിക്കും എന്താണ് അൺഫോർച്ചുനേറ്റ്ലി ആക്സിഡന്റലി കണ്ടുപിടിക്കപ്പെട്ട ഒരു ഇതാണ്. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഡെവലപ്പ് ചെയ്ത് കൊണ്ടെത്തിക്കാൻ പറ്റി. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടും റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ച് പഠിച്ചത് മാരി ക്യൂറിയാണ്. ഓക്കെ, മാരി ക്യൂറി ഒരു ലേഡി സയൻസിന് അറിയാലോ മാരി ക്യൂറിയെ കുറിച്ചിട്ട്. മാരി ക്യൂറിയാണ് എന്ത് ചെയ്തത് നമ്മുടെ ഈ ഒരു റേഡിയേഷനെ കുറിച്ചിട്ട് കൂടുതൽ സ്റ്റഡീസ് നടത്തിയത്. അവരുടെ ഭർത്താവ് പേരി ക്യൂറി. ഓക്കെ, മേരി ക്യൂറിയും പേരി ക്യൂറിയും കൂടെ എന്ത് ചെയ്യും ഹൈലി റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആയ റേഡിയവും പൊളോണിയവും ഒക്കെ എന്ത് ചെയ്യും ഡിസ്കവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ആരാണ്, ഹെൻറി ബെക്യൂറൽ. അപ്പോൾ ബെക്യൂറിന്റെ ബഹുമാനാർത്ഥം നമ്മൾ ഒരു റേഡിയേഷൻ യൂണിറ്റ് 1 ബെക്യൂറൽ അല്ലെങ്കിൽ ബെക്യൂറൽ എന്ന് പറയും, ക്യൂറി എന്ന് പറഞ്ഞിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 ബെക്യൂറൽ വെച്ചാൽ 1 DK/s നമ്മൾ 1 ബെക്യൂറൽ എന്ന് പറയുന്നത്. ഓക്കെ, ബെക്യൂറൽ എന്ന് പറയും റേഡിയേഷന്റെ യൂണിറ്റ്. 1 ബെക്യൂറൽ is equal to 1 DK/s. അതേപോലെ 1 ക്യൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.7 × 10⁻10 DK/s. എന്താണ് DK/s നിങ്ങൾ റേഡിയോ പഠിക്കുന്ന സമയത്ത് കുറച്ച് ക്ലിയർ ആവും, നമുക്ക് നോക്കാം അങ്ങോട്ട് പോകുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും ഈ ഒരു റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ചുള്ള സ്റ്റഡീസ് വരുന്നത്. അപ്പൊ ഇതില് ഈ ഒരു മേരി ക്യൂറി ഇതിനെ കുറിച്ച് സ്റ്റഡീസ് നടത്തിയ സമയത്തും അവർക്കും എന്തറിയത്തില്ലായിരുന്നു, ഇത് റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന ഒരു കാര്യമാണെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഒരു പോളണ്ടിലുള്ള സയന്റിസ്റ്റ് ആണ് മേരി ക്യൂറി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പിന്നീട് വന്ന സമയത്ത് അവരുടെ ബുക്സ്, അവർ യൂസ് ചെയ്ത ബുക്സിലും അതേപോലെ തന്നെ അവരുടെ വച്ചിരുന്ന ഇതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, അവിടെ റേഡിയേഷൻസ് ഡിസ്കവർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അവർ യൂസ് ചെയ്ത ആ ഒരു ടേബിളും ലാബിലും ഒക്കെ എന്താണ് റേഡിയേഷൻസ് ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതുവരെ ഇതിനെക്കുറിച്ചാണ് എന്ത് ചെയ്ത് സ്റ്റഡീസ് നടത്തിയത്. അപ്പോൾ ഇതിൽ തന്നെയാണ് 1903 മേരി ക്യൂറിക്ക് എന്ത് ചെയ്ത് നോബൽ പ്രൈസും കിട്ടിയത്. ഓക്കെ, കാരണം അവിടെ അവർ കിട്ടാൻ കാരണം എന്താണ്, ഇത് ഒരു റേഡിയോ ആക്ടിവിറ്റിയുടെ വർക്കുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തത് നോബൽ പ്രൈസ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബേസ് ഐഡിയ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ ഇനി നമുക്ക് ഈ റേഡിയോ ആക്ടിവിറ്റി തിയറിയിലും ബാക്കി കാര്യങ്ങളിലോട്ടും കിടക്കാം. ഇവർ നോക്കിയ സമയത്ത് ഈ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയ സമയത്ത് തന്നെ ഇവർ എന്ത് ഡിസ്കവർ ചെയ്തു, 3 തരത്തിലുള്ള റേഡിയേഷൻസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 3 തരത്തിലുള്ള റേഡിയേഷൻസ് അവിടെ പുറപ്പെടുവിക്കുന്നുണ്ട്. ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റൽ, ഇപ്പൊ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റൽ ആണ്, ഒരു ചെറിയൊരു പീസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 3 തരത്തിലുള്ള റേഡിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞ ആൽഫ റേഡിയേഷൻ, ബീറ്റ റേഡിയേഷൻ ആൻഡ് ഗാമ റേഡിയേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്തത് 3 തരം റേഡിയേഷൻസ് റേഡിയോ ആക്ടിവിറ്റി സീരീസിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്നൊന്ന് ഡെഫിനിഷൻ വൈസ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദ ഫിനോമിന ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് ഹൈലി പെനിട്രേറ്റിംഗ് റേഡിയേഷൻ സച്ച് ആസ് ആൽഫ, ബീറ്റ, ഗാമ ബൈ heavy elements having atomic number greater than 82 is called radio activity. Okay, such metals which emit the such substance which emit the radioactive radiations are called radioactive elements. So എന്താ radioactivity? Radioactivity means അവിടെ ആൽഫ, ബീറ്റ, ഗാമ മൂന്ന് ഒന്ന് എമിറ്റ് ഏതെങ്കിലും ഒരു റേഡിയേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ, അതായത് ഒരു ഹൈ പെനിട്രേറ്റിംഗ് പവർ ഉള്ളവരായിരിക്കും, അതേപോലെ ഹൈലി റേഡിയേഷൻസ് പുറപ്പെടുവിക്കുന്നതായിരിക്കും. ഓക്കെ, കാരണം പോകുന്ന ഗ്യാസ് മോളിക്യൂൾസിനെ അയനൈസ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സമയത്ത് പഠിക്കാം, ഓരോന്നായിട്ട് പഠിക്കാം. കാരണം ഓരോന്നിനും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പൊ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഗാമയ്ക്കും ഒരേ പ്രോപ്പർട്ടി അല്ല, അതിന് എന്തുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് ഹൈലി പെനിട്രേറ്റിംഗ് റേഡിയേഷൻസ്. ഓക്കെ, ഹൈലി പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന റേഡിയേഷൻസ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. കാരണം സ്പോണ്ടേനിയസ് എന്ന് പറയാൻ കാരണം നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത് വിടേണ്ട കാര്യമില്ല. ഓൾറെഡി എന്ത് ചെയ്യും, ഈ 82 ശേഷമുള്ള എലമെന്റ്സ് ആണെങ്കിൽ പീരിയോഡിക് ടേബിളിൽ 82 ശേഷം വരുന്ന എലമെന്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്തോളും, അവര് റേഡിയോ ആക്ടിവിറ്റി കാണിക്കും. ഈ 82 എന്ന് പറയുന്നത് ലെഡ് ആണ്. ഓക്കെ, ലെഡ് ആണ് 82 ശേഷം വരുന്നത്. തൊട്ടടുത്ത് വരുന്നതാണ് ലെഡ് കഴിഞ്ഞാൽ പൊളോണിയം ഉണ്ട്, അക്ടീനിയം ഉണ്ട്, റേഡിയം, ഫ്രാൻസിയം, ഇങ്ങനെ കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ദെൻ തോറിയം, പൊളോണിയം, യുറേനിയം, നെപ്റ്റ്യൂണിയം, ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് എലമെന്റ്സ് ഉണ്ട്.
അപ്പൊ ഇതില് അങ്ങോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? 82 കഴിഞ്ഞു കഴിഞ്ഞാൽ 82 അവിടെ നമുക്ക് വരുന്നത് ലെഡ് കഴിഞ്ഞ് ബിസ്മത്ത് വരും. അപ്പൊ അതുതൊട്ട് പിന്നെ എങ്ങനെയാണ്? പിന്നെ അതുതൊട്ട് റേഡിയോ ആക്ടിവിറ്റി സീരീസ് കൂടി പോകും. അങ്ങോട്ട് പോകുന്തോറും റേഡിയോ ആക്ടിവിറ്റി എന്ത് ചെയ്യും? അത് സ്റ്റെബിലിറ്റി കുറയും. ഓക്കെ, ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി കുറയും. അപ്പൊ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ സ്റ്റേബിളാക്കാൻ വേണ്ടി റേഡിയേഷൻസ് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് ചെയ്യേണ്ട? ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി ഒരു സെക്ഷൻ ഉണ്ട്. ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 82 എന്ന് പറയുന്ന നമ്പർ തൊട്ട് മുകളിലോട്ടുള്ള നമ്പേഴ്സിനെ എന്ത് ചെയ്യുക? റേഡിയോ ആക്റ്റീവ് ആയിട്ട് മാറ്റുക. അങ്ങനെ മാറ്റിയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ അതാണ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. 82 ശേഷമുള്ള എലമെന്റ്സ് ആണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്ത് വിടേണ്ട കാര്യമില്ല. താനെ എന്ത് ചെയ്തോളും? അവിടെ അവർ റേഡിയേഷൻസ് പുറപ്പെടുവിക്കും. ഓക്കെ, അപ്പൊ അതിൽ തന്നെ മേരി ക്യൂറിയും പിയറി ക്യൂറിയും കൂടി കണ്ടുപിടിച്ചതാണ് പൊളോണിയവും റെഡോണും. ഓക്കെ, ദാറ്റ് ഈസ് 84th 86th എലമെന്റ്സ് ആണ് റെഡോണും പൊളോണിയവും. ഇത് രണ്ടും കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അതൊക്കെ റേഡിയോ ആക്ടിവിറ്റി കൂടിയ എലമെന്റ്സ് ആണ്. ഇത് പിന്നെ തോറിയം, യുറേനിയം ഇതൊക്കെ റേഡിയോ ആക്ടിവിറ്റി കൂടിയാണ്. അപ്പൊ ഇത് മാത്രമേ ഇതിന്റെ ഐസോടോപ്സുകളുണ്ട്. ഓക്കെ, ഇതിന്റെ ഐസോടോപ്സുകൾ നമ്മൾ എടുക്കാറുണ്ട് റേഡിയോ ആക്ടിവിറ്റി റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അതിനകത്ത് നമുക്ക് വരുന്നത്. ഇനി ഈ റേഡിയോ ആക്ടിവിറ്റി ഫിനോമിനൻ സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ, സ്പോണ്ടേനിയസ് മീൻസ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ വേറൊരു അർത്ഥമാക്കും. നമ്മൾ എന്ത് ചെയ്യണ്ട? സ്റ്റാർട്ട് ചെയ്തൊന്നും വിടണ്ട. എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അത് റേഡിയേഷൻസ് പുറപ്പെടുവിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഓൺ ദി സ്പോട്ട് നടക്കുന്ന ഒരു ആക്ഷൻ ആണ്. ടൈം ഡിലേ അതിനില്ല. ഓക്കെ, റേഡിയോ ആക്ടിവിറ്റി ഇത് ചെയ്യാൻ വേണ്ടി ടൈം ഡിലേ ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് തൊട്ട് അടുത്ത ഓർബിറ്റിൽ എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇവിടെ എക്സൈറ്റേഷൻ കൊടുക്കണം. ഇലക്ട്രോൺസ് ഇവിടുന്ന് മുകളിലോട്ട് ചാടിപ്പോണം. ഓക്കെ, അല്ല അവിടെ നിന്ന് തിരിച്ചു വരണം. ഒരു റേഡിയേഷൻ മീൻസ് അവിടെ ഇപ്പോൾ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സാധാരണ ലൈറ്റ് എമിറ്റ് ചെയ്യണം. അപ്പൊ ഇതിൽ ഒരു ടൈം കഴിഞ്ഞാൽ മാത്രമേ 10⁻⁸ സെക്കൻഡ്സ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ ഇലക്ട്രോൺ താഴോട്ട് വരത്തുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഒരു അറ്റോമിക് ഓർബിറ്റിൽ നടക്കുന്ന കാര്യം. പക്ഷേ റേഡിയോ ആക്ടിവിറ്റി ന്യൂക്ലിയസിനകത്താണ് നടക്കുന്നത്. ഓക്കെ, റേഡിയോ ആക്ടിവിറ്റി നമുക്ക് ന്യൂക്ലിയസിനകത്താണ് നടക്കുന്നത്. ഇലക്ട്രോൺസ് അല്ല അവിടെ എന്ത് ചെയ്യുന്നത്? ടിപ്പ് പാർട്ട് ചെയ്യുന്നത്. ഇലക്ട്രോൺസുമായിട്ടുള്ള ബന്ധമില്ല. അത് ആറ്റത്തിന്റെ അകത്ത് ന്യൂക്ലിയസിനകത്ത് എന്ത് ചെയ്യുന്നത്? റേഡിയോ ആക്ടിവിറ്റി നടക്കുന്നത്. അപ്പൊ അതിനകത്ത് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? റേഡിയോ ആക്ടിവിറ്റി അവിടെ നടക്കുന്ന സമയത്ത് ഇത് സ്പോണ്ടേനിയസ് ആണ്. ഓൺ ദി സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും? ഇത് നടക്കും. നമുക്ക് ടൈം ഡിലേ അല്ല, നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? റേഡിയോ ആക്ടിവിറ്റിയിൽ പെട്ടെന്ന് അത്രയും ഈസി അല്ല. അതേപോലെ തന്നെ ടെമ്പറേച്ചർ, മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഇതൊന്നും എന്ത് ചെയ്യത്തില്ല? നമ്മൾ ഇതിനെ റേഡിയോ ആക്ടിവിറ്റി ഫിനോമിനെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ നമ്മളൊരു യുറേനിയം എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് സപ്ലൈ ചെയ്തു, ഒരു ഹൈ എനർജി മാഗ്നറ്റിക് ഫീൽഡോ ഇലക്ട്രിക് ഫീൽഡോ കൊടുത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന്റെ റേഡിയോ ആക്ടിവിറ്റി കുറയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഈ റേഡിയോ ആക്ടിവിറ്റിക്ക് ഉണ്ട്. വൺസ് ഇറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റേബിൾ ആയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് നിൽക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതിന് കൺട്രോൾ ചേമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. കൺട്രോൾ ചേമ്പേഴ്സിൽ കൺട്രോൾ ഗ്രിഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം എന്ത് ചെയ്യാൻ പറ്റും? ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ഓരോ സീരീസ് ഓരോ റേഡിയേഷൻസ് പഠിക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെയാണ് പെനിട്രേഷൻസ് ഉള്ളതെന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും, ഐഡിയ മനസ്സിലാവും. ഓക്കെ, അപ്പൊ റേഡിയോ ആക്ടിവിറ്റിക്ക് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 തരം റേഡിയേഷൻസ് ഉള്ള ഒന്ന് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു പ്രോപ്പർട്ടീസ് ആണ്. ഈ ഒരു ആൽഫ റേഡിയേഷൻ, ബീറ്റ റേഡിയേഷൻ, ഗാമ റേഡിയേഷൻ ഇതിന്റെ മൂന്നിന്റെയും പ്രോപ്പർട്ടീസ് ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ റേസ് ആണ്. അപ്പൊ ഇതില് നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്പരസ്, കാരണം നമുക്കിപ്പോൾ എന്ത് ചെയ്യണം? ആൽഫ റേഡിയേഷന്, ബീറ്റ റേഡിയേഷന്, ഗാമ റേഡിയേഷൻ നമുക്ക് ഇതിനെ തിരിച്ചറിയാം. കാരണം ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ പാത്ത് മാത്രം നോക്കിയിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ച്, സോറി, ഈ ഒരു റേഡിയേഷൻസിനെ കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ സ്റ്റഡീസിനായിട്ട് നമ്മൾ ഒരു അപ്പാരറ്റസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പാരറ്റസ് വേറെ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യും? ഒരു ലെഡ് ബ്ലോക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലെഡ് ബ്ലോക്ക് കാണാം. ഈ റെഡ് ബ്ലോക്കിന്റെ സെന്ററിൽ ഒരു ഓപ്പണിംഗ് കാണും. കണ്ടോ? അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ലെഡ് ബ്ലോക്ക് ആണ്. അപ്പൊ ലെഡിൽ കൂടി പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല? റേഡിയോ ആക്ടിവിറ്റി കടന്നു പോകത്തില്ല. റേഡിയേഷൻസ് പെട്ടെന്ന് ലെഡ് വഴി എന്ത് ചെയ്യില്ല? പാസ് ചെയ്ത് പോകില്ല. കാരണം ലെഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ആ ഒരു റേഡിയോ ആക്ടിവിറ്റി സീരീസ് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്താണ്? ലെഡ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? അതുവരെയാണ് റേഡിയോ ആക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അതിനകത്ത് ലെഡ് കടന്ന് എന്ത് ചെയ്തില്ല? പെട്ടെന്ന് റേഡിയേഷൻസ് പുറത്തു പോകത്തില്ല. അതുകൊണ്ട് ലെഡിന്റെ നമ്പർ PB എന്നാണ് പറയുന്നത് 82 ആയിരിക്കും ലെഡിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ലെഡ് വിൽ ബി 82. അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ചേംബർ, ഇതാണ് ലെഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് എംപ്റ്റി സ്പേസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതിന് സെന്ററിൽ എന്തെങ്കിലും ഒരു ഹോൾ ഉണ്ട്. നമുക്ക് ഇങ്ങനെ റേഡിയേഷൻസ് പുറത്തെത്തിക്കാനായിട്ട് ഹോൾ ഉണ്ട്. അപ്പൊ ഈ ഹോളൂടെ അടച്ച് ലെഡ് ബ്ലോക്ക് വെച്ചുകൂടെ അടച്ചു കഴിഞ്ഞാൽ റേഡിയേഷൻസ് പെട്ടെന്ന് എന്തെങ്കിലും പുറത്ത് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നത്, ജസ്റ്റ് ഒരു ഓപ്പണിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്പണിംഗ് കൊടുത്തു. ഇവിടെ സെന്ററിൽ എന്ത് ചെയ്യുന്നു? ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ സ്റ്റഡീസിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു
ഇലക്ട്രിക്കലി ചാർജ്ഡ് പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. 2 ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള 2 പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവ് പ്ലേറ്റ്, മറ്റേത് നെഗറ്റീവ് പ്ലേറ്റ്. അപ്പോൾ കൺഫ്യൂഷൻ ആക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എന്ത് ചെയ്യത്തില്ല, റേഡിയോ ആക്ടിവിറ്റിയെ ബാധിക്കില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്നാണ് റേഡിയേഷൻസ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ റേഡിയേഷൻസിന്റെ പുറത്ത് വരുന്ന റേസിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇലക്ട്രിക്കൽ ഫീൽഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഈ ഒരു റേസിനെയാണ്. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഫീൽഡ്സ് അല്ല, ശരിക്കും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുക. അപ്പൊ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ചൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ കാര്യം വെച്ച് കൺഫ്യൂഷൻ ആക്കല്. എന്താണ് ഇവിടെ നമ്മളിപ്പോ ആ റേസിനെയാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഈ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എമിറ്റ് ചെയ്യുന്ന ബേസിക്കലി 3 റേസ് ആണ്. ഒന്ന് ആൽഫ റേസ്, ഗാമ റേസ്, ബീറ്റ റേസ്. അപ്പൊ ഇവിടെ ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ഒബ്സർവ് ചെയ്തു, അത് ഫസ്റ്റ് നോക്കാം. ഇവിടെ നമ്മളിപ്പോ ഈ ഒരു ലെഡ് ബ്ലോക്കിന്റെ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചു. നമുക്ക് ശരിക്കും ഇതിനെ കാണാൻ പറ്റില്ലല്ലോ, ഇവിടെ റേസ് നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എപ്പോഴും എത്തുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് കൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, സ്പോട്ട് ആയിട്ട് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സിൽ സ്പോട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റേസ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു ലൈൻ പോലെ എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഫുൾ അപ്പാരറ്റസും നമ്മളൊരു വാക്യൂം ചേമ്പറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഉണ്ടോ? അപ്പൊ ഇത്രയും ഇങ്ങനെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ഞാനൊരു വേക്യൂം ചേമ്പറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലേസ് ചെയ്യുന്നത്. ആ ഒരു കാര്യം കൂടി നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള അപ്പാരറ്റസ് എന്ന് പറയുന്നത്. എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്തു, വാക്യൂം ചേമ്പറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക അന്ന് ഒന്നും ചെയ്യേണ്ടതല്ല, റേഡിയേഷൻസ് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. ഓക്കെ, റേഡിയേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ റേഡിയേഷൻസ് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ വരുമ്പോൾ ഈ ഗാമ റേസ് എന്ത് ചെയ്യും, ഗാമ റേസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഹിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ലൈൻ കാണിക്കും. ഇത് നമ്മളിവിടെ പറയുന്നത് എന്താണ്, ഇത് ഗാമ റേസ് ആണ്. ഓക്കെ, സെന്ററിൽ വന്നത് അവിടെ ഗാമ റേസ് ആണ്. അവിടെ എന്ത് ചെയ്യത്തില്ല, ഗാമ റേസ് പോസിറ്റീവ് റേസിന്റെ അടുത്തോട്ടോ, പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തോട്ടോ, ഇലക്ട്രിക്കലി ചാർജ് ആയിട്ടുള്ള നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തോട്ടോ എന്ത് ചെയ്യത്തില്ല, ഡിഫ്ലക്ഷൻ കാണിക്കില്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് മനസ്സിലാക്കാൻ പറ്റി, ഈ ഗാമ റേസ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രൽ ആണ്. ഓക്കെ, അപ്പൊ ന്യൂട്രൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് കണ്ട ഡീവിയേഷൻ വരാതിരിക്കത്തുള്ളൂ. ഇപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അടുത്ത കേസ് അവിടെ നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഗാമ റേസ് എന്ത് ചെയ്തു, ഗാമ റേസ് നമ്മൾ പറയുന്നത് ന്യൂട്രൽ ആണ്. അവിടെ എന്തില്ല, ഗാമ റേസിനെ പ്രത്യേകിച്ച് ഇതില്ല. ശരിക്കും അതൊരു ഹൈ എനർജി ഫോട്ടോൺസ് ആണ് ഈ ഗാമ റേസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്തില്ല, അവിടെ നമുക്ക് there will be no charge or no വേരിയേഷൻ. ഓക്കെ, ഒരു പ്ലേറ്റ്സ് എത്തുന്ന സമയത്ത് വേരിയേഷൻസ് ഇല്ല. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, അടുത്ത് നമുക്ക് നോക്കാം ആൽഫ റൈസിന്റെ കേസ് നോക്കാം. ആൽഫ റൈസ് എന്ത് ചെയ്തു, ആൽഫ റൈസ് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തോട്ട് ഡിഫ്ലക്ട് ചെയ്ത റൈസ് നമ്മൾ വിളിച്ച പേരാണ് എന്ത്, ആൽഫ റൈസ്. ഓക്കെ, ഒരു നമ്മൾ വിട്ട സമയത്ത് ഒരു റൈസ് എന്ത് ചെയ്തു, അത് ഇവിടെയാണ് ഡീവിയേഷൻ കാണിച്ചത്. അല്ലെങ്കിൽ എന്ത് ചെയ്തു, ആ നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്ത് ഒരു അട്രാക്ഷൻ കാണിച്ചു. അപ്പൊ നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തോട്ട് ഒരു അട്രാക്ഷൻ കാണിക്കണമെങ്കിൽ അത് എന്ത് റൈസ് ആയിരിക്കണം, അത് പോസിറ്റീവ് റൈസ് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പോസിറ്റീവ് ചാർജ് റേസ്, പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് നമ്മൾ എന്ത് വിളിക്കുന്നു, ആൽഫ റേസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പോസിറ്റീവ് റേസ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്ത്. ഓപ്പോസിറ്റ് ചാർജസ് എന്ത് ചെയ്യത്തുള്ളൂ, അട്രാക്ട് ചെയ്യത്തുള്ളൂ. സെയിം ആയിരുന്നു എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. ഓക്കെ, അതറിയാലോ, സെയിം ആണെങ്കിൽ റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അട്രാക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റിന്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്ത റേസ് നമ്മൾ ആൽഫ റേസ് എന്ന് വിളിച്ചു. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ആൽഫ റേസ് അവിടെ നെഗറ്റീവ്ലി ചാർജ് ആയിട്ട് പ്ലേറ്റിന്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന മൂന്നാമത്തെ റേസ്. മൂന്നാമത്തെ മീൻസ് ഇപ്പൊ പറഞ്ഞതിൽ ആൽഫ റേസ് ആണ് ഫസ്റ്റ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ഗാമ റേസ് പറഞ്ഞു, സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പോയതുകൊണ്ട്. അപ്പൊ അടുത്ത് നമുക്ക് പറയുന്നത് ബീറ്റ റേസ് ആണ്. ഇവിടെ ബീറ്റ റേസ് എന്ത് ചെയ്യുന്നുണ്ട്, ബീറ്റ റേസ് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് റേസ് എന്ത് ചെയ്തു, ഒരു റേ നമ്മുടെ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തോട്ട് ഒരു അട്രാക്ഷൻ കാണിച്ചു. ഓക്കെ, പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തോട്ട് ഒരു അട്രാക്ഷൻ കാണിച്ചു. അപ്പൊ ഈ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തോട്ട് അട്രാക്ഷൻ കാണിക്കണമെങ്കിൽ ആ ബീറ്റ റേസ് എന്ത് റേസ് ആയിരിക്കണം, ദേ ആർ ഓഫ് നെഗറ്റീവ്ലി ചാർജ്. ഷോർട്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീറ്റ റേസ് എന്താണ്, അതൊരു ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന് തുല്യമാണ് ഈ ബീറ്റ റേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫ റേസ് ആണെങ്കിൽ ഒരു ഹീലിയം ആറ്റത്തിന് തുല്യമാണ്, ഇക്വലന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അവിടെ സംഭവിച്ചത്. ദാറ്റ് ഈസ് നമ്മൾ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന് ഒരു ലെഡ് ബ്ലോക്കിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ഓപ്പണിംഗ് മാത്രം കൊടുത്തു. ഓപ്പണിംഗ് കൂടി പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രിക്കലി ചാർജ് ആയിട്ട് പ്ലേറ്റ് വെച്ച് ഒന്ന് നോക്കി, സ്റ്റഡി ചെയ്തു. നോക്കിയപ്പോൾ ഒരു റേസ്, കുറച്ച് റേസ് എന്ത് ചെയ്തു, they are attracted towards the positive of the electrically charged plate and other attract towards the negatively charged plate, and one there is no attraction and which pass through the
സെന്റർ. ഓക്കെ, എന്ത് ചെയ്തു, അത് കോൺസ്റ്റന്റ് ആയിട്ട് സെന്ററിൽ കൂടി എന്ത് ചെയ്തു, പാസ് ചെയ്ത് പോയി. അപ്പൊ ഇങ്ങനെയാണ് 3 റേസിന്റെ കേസ് കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ റേസ് ആൽഫ റേസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് മനസ്സിലാക്കാൻ പറ്റി. സെക്കൻഡ്ലി വന്ന ബീറ്റ റേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് മനസ്സിലാക്കാൻ പറ്റി. അതേപോലെ തന്നെ സെന്ററിൽ വരുന്ന ഗാമ റേസ് എന്താണ്, ന്യൂട്രൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ബേസിക്കലി അറിയേണ്ടത്. ഒരു ബ്രീഫ് ഐഡിയ ഇപ്പൊ പറഞ്ഞു എന്താണ് പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് ഓരോ റേസിന്റെ, ഓക്കെ, ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്തു, റേഡിയോ ആക്ടിവിറ്റിയിൽ 3 റേസ് ഉണ്ടെന്ന് നമ്മളോട് കണ്ടുപിടിച്ചു. ഇനി ഇതിൽ ഓരോ റേസിന്റെയും എന്ത് ചെയ്യണം, പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓരോ റേസ് ആയിട്ട് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, നമ്മൾ 3 റേസ് അല്ലേ ഉണ്ടെന്ന് പറഞ്ഞത്, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. നമുക്ക് നോക്കാം, ഓരോ റേസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആൽഫ റേസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് നമുക്ക് ആൽഫ റേസിന്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ആൽഫ റേസ്. ഇവിടെ നോക്കുക, നമുക്ക് ടോട്ടലി 7 പ്രോപ്പർട്ടീസ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് ആക്കാൻ നോക്കുക. കാരണം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. 3 ചോദിച്ചാൽ മതി. വാട്ട് ഈസ് റേഡിയോ ആക്ടിവിറ്റി, ഡിഫൈൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റീസ്, പ്രോപ്പർട്ടീസ് ഓഫ് റേഡിയോ ആക്റ്റീവ് റേസ്. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതണം. ഓക്കെ, അപ്പൊ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. മോഡേൺ ഫിസിക്സ്, ആർ മുരുകേശന്റെ മോഡേൺ ഫിസിക്സ് ടെക്സ്റ്റിൽ കുറച്ചുകൂടി ചിലപ്പം ഐഡിയസ് കാണും. ഒരു മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നോക്കുക കുറച്ചുകൂടി പോയിന്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പൊ നമുക്കിനി പ്രോപ്പർട്ടീസ് ഓഫ് ആൽഫ റേസ് നോക്കാം. അപ്പൊ ആൽഫ റേസ് എന്ന് വെച്ചാൽ എന്താണ്, ദ ആൽഫ പാർട്ടിക്കിൾ ഇസ് എ ഹീലിയം ന്യൂക്ലിയർ കൺസിസ്റ്റിംഗ് ഓഫ് 2 പ്രോട്ടോൺ ആൻഡ് 2 ന്യൂട്രോൺ. ഇറ്റ് ക്യാരി 2 യൂണിറ്റ് ഓഫ് പോസിറ്റീവ് ചാർജസ്. ഓക്കെ, അപ്പൊ എന്താണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, എന്താണ്, ഒരു ഹീലിയം ന്യൂക്ലിയർ ആണ്. അതാണ് നമ്മൾ ഈ ഒരു ഫിഗറിലും കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ആൽഫ റേസ് വെച്ചാൽ എന്താണ്, ഹീലിയം ന്യൂക്ലിയർ. നിങ്ങളിപ്പോ ഒരു പീരിയോഡിക് ടേബിൾ എടുത്തതിന് ശേഷം അവിടെ ഒരു ഹീലിയം ആറ്റത്തിന്റെ സിമ്പിൾ നോക്കുക. അവിടെ നമ്മൾ നോക്കിയാൽ എന്ത് കിട്ടും, നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എഴുതിയിരിക്കുന്നത്. ആൽഫയ്ക്ക് പകരം HC എന്ന് കൊടുത്തിരിക്കും. ബേസിക്കലി എന്താണ്, ഒരു ഹീലിയം ന്യൂക്ലിയർ ആൽഫ എന്ന് പറയുന്നത്. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് എ ഹീലിയം ന്യൂക്ലിയർ. നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ, ഇതിന് പകരം നമ്മൾ ഇനി ഇക്വേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് എഴുതുന്നത് ദാറ്റ് ഈസ് OHE2. ഓക്കെ, ഹീലിയത്തിന്റെ സിമ്പിൾ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളോട് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്, ആൽഫ റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി എന്താണ്, ഒരു ഹീലിയം ആറ്റം ആണ്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ആൽഫ പാർട്ടിക്കിൾസ് ഇത് എന്താണ്, ഹീലിയം ആറ്റം ആണ്, അത് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് പോയിന്റ് നോക്കുക, അതായത് സെക്കൻഡ് പോയിന്റ് പറയുന്നത് they move along a straight line with a high velocity. എന്തായിരിക്കും, ആൽഫ റേഡിയേഷൻസ് സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത് വിത്ത് ഹൈ വെലോസിറ്റി. വെലോസിറ്റീസ് എന്താണ്, കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. ഓക്കെ, ആൽഫ റേസിന്റെ തേർഡ് പോയിന്റ്, ദേ ആർ ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ആൽഫ റേസിന് ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് റേഡിയോ ആക്ടിവിറ്റി യൂസ് ചെയ്ത് എന്തെങ്കിലും ഒരു അപ്പാരറ്റസ് കൺസ്ട്രക്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു മെഷീനറി കൺസ്ട്രക്ട് ചെയ്യണം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ആൽഫ പാർട്ടിക്കിൾസ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഫോർത്ത് പോയിന്റ്, ദേ പ്രൊഡ്യൂസ് intense ionization in the gas through which they passes. The ionization power is 100 times greater than that of beta rays and 10,000 times greater than that of the gamma rays. ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ ഒരു ഗ്യാസ് ചേമ്പറിൽ കൂടി നമ്മൾ പാസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതൊരു ഗ്യാസ് ചേമ്പർ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇതിപ്പോ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഒരു റേഡിയേഷൻസ് ഇങ്ങനെ പാസ് ചെയ്തു, ഒരു ആൽഫ റേഡിയേഷൻ ഇങ്ങനെ പാസ് ചെയ്യുവാണ്. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യും, ആൽഫ റേഡിയേഷൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് സംഭവിക്കും, എൻട്രി ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം എന്തായിട്ട് മാറും, അയനൈസ് ആയിട്ട് മാറും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയനൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആൽഫ റേസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാസ് മോളിക്യൂൾസിനെ എന്ത് ചെയ്യാൻ പറ്റും, ചേമ്പറിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിനെ അയനൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ അയനൈസേഷൻ പവർ ബീറ്റ റേസിനെ കാട്ടി 100 ടൈംസ് എന്താണ്, ഗ്രേറ്റർ ആണ്. ഓക്കെ, അയനൈസേഷൻ പവർ ബീറ്റ റേസിനെ കാട്ടി 100 ടൈംസ് ഗ്രേറ്റർ ആണ്. അതേപോലെ തന്നെ 10,000 ടൈംസ് എന്തിനെക്കാട്ടിയും ഗ്രേറ്റർ ആണ്, ഗാമ റേഡിയേഷൻസിനെ കാട്ടിയും ആൽഫ റേഡിയേഷന്റെ അയനൈസേഷൻ പവർ എന്തായിരിക്കും, കൂടുതലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അയനൈസേഷൻ പവർ ഉള്ള ആർക്കാണ്, അത് ആൽഫ പാർട്ടിക്കിൾസിനാണ്. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾസിനാണ് അയനൈസേഷൻ പവർ കൂടുതൽ. അത് നമുക്ക് ഒരു ഹീലിയം ആറ്റം വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അയനൈസേഷൻ പവർ കൂടുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കാം, ദേ അഫക്ട് ദ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ കണ്ട ഒരു എക്സ്പെരിമെന്റിൽ തന്നെ എന്താണ് ചെയ്തത്, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചിട്ട് നമ്മുടെ ഡിഫ്ലക്ഷനെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ എന്ത് ചെയ്യും, ഇമ്പാക്ട് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ നമുക്ക് ഈ ഒരു ഗാമ റേസ് ആൽഫ റേസ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് ലൈൻസോ ഡോട്ട്സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ്
ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, they are scattered by heavy elements like gold. ഓക്കെ, ഒരു ഗോൾഡ് ഫോയിലോ അല്ലെങ്കിൽ ഗോൾഡ് ആറ്റത്തിലൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, അവിടെ നമുക്ക് സ്കാറ്ററിങ് സംഭവിക്കും. ഓക്കെ, അടുത്ത, they produce fluorescence when they fall on a substance like zinc sulfide or barium platinum cyanide. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സിംഗിൾ സൾഫൈഡോ അല്ലെങ്കിൽ ബാരിയം പ്ലാറ്റിനം സൈനൈഡ് എന്ന് കോമ്പൗണ്ട്സിലൊക്കെയോ ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ഫ്ലൂറസെൻസ് കാണിക്കും. അതായത് ആൽഫ റേഡിയേഷൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി, സിംഗിൾ സൾഫൈഡോ ബാരിയം പ്ലാറ്റിനോ സൈനൈഡോ യൂസ് ചെയ്താൽ മതി. കാരണം എന്ത് ചെയ്യും, നമ്മളവിടെ അതിന്റെ റേഡിയേഷൻ അകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗ്ലോയിങ് ഉണ്ടെങ്കിൽ, ഫ്ലൂറസെൻസ് മീൻസ് ഗ്ലോയിങ് ചെയ്യുക, ലൈറ്റ് റിസീവ് ചെയ്തിട്ട് പുറത്തു കൊടുക്കുക, ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെർട്ടൺ എലമെന്റ്സിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫ്ലൂറസെൻസ് കാണിക്കുന്നത്, എല്ലാത്തിലും എന്ത് ചെയ്യത്തില്ല, ഫ്ലൂറസെൻസ് കാണിക്കത്തില്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് ആൽഫ റേസിന്റെ കേസിൽ നോക്കേണ്ടത്. ആൽഫ റേസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഏഴെണ്ണം പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ബീറ്റ റേസ് ആണ്. ഓക്കെ, ബീറ്റ റേസ്. അപ്പോൾ ബീറ്റ റേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബീറ്റ റേസ് എന്ന് വെച്ചാൽ പ്യുവർലി ഒരു ഇലക്ട്രോൺ ആണ്. നമ്മുടെ ഇലക്ട്രോണിന് തുല്യമാണ് എന്താ, അത് ബീറ്റ റേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു റേഡിയോ ആക്ടിവിറ്റി സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടുന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു. അത്രയും ചിന്തിച്ചാൽ മതി, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ സിമ്പിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് E-1. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇലക്ട്രോൺ ബീറ്റ റേസ് മീൻസ് ജസ്റ്റ് എന്താണ്, അതൊരു ഇലക്ട്രോണിന്റെ റേ ആണ്, അങ്ങനെ പറയാം. That is, the beta particle carry 1 unit of negative charge and mass equal to that of the electron. അപ്പോൾ ഒരു ബീറ്റ റേയുടെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും, അത് നമുക്ക് അറിയുന്ന കാര്യം. മാസ് എന്തായിരിക്കും, മാസ് ഇലക്ട്രോണിന്റെ മാസ് ആയിരിക്കും. Therefore, they are nothing but electrons. ഓക്കെ, അപ്പോൾ ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, ബീറ്റ റേസ് എന്ന് വെച്ചാൽ എന്താണ്, അതൊരു ഇലക്ട്രോണ് ഇക്വലന്റ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഇലക്ട്രോൺ ആണെന്ന് പറയാം. സെക്കൻഡ് പോയിന്റ്, the beta particle emitted from a source have the velocity over the range of 0.3c to 0.99c. അതായത് c മീൻസ് അവിടെ നമുക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, 310⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് അവിടെ വെലോസിറ്റിയുടെ കേസ് ആണ് പറയുന്നത്. നേരത്തെ നമ്മൾ ആൽഫ പാർട്ടിക്കിൾ ഹൈ വെലോസിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി റേഞ്ച് എത്രയാണ്, ദാറ്റ് ഈസ് 0.3c to 0.99c. അത് നമ്മൾ സാധാരണ ഇലക്ട്രോണിന്റെയും സ്പീഡ് ഓഫ് ആണ് എന്ത് ചെയ്യുന്നത്, കമ്പാരിറ്റീവ്ലി വരുന്നത്. അപ്പൊ ഈ ഒരു റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവരുടെ സ്പീഡ് വരുന്നത്, സ്പീഡ് ഓഫ് ദ ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അടുത്ത തേർഡ് പോയിന്റ്, ദേ ആർ ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നേരത്തെ നമ്മൾ കണ്ടല്ലോ, ആ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ്. എന്താണ്, ആ സ്പീഡ് ഓഫ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബീറ്റ റേസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദേ ആർ ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. കാരണം നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഡിഫ്ലക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് പല എക്സ്പെരിമെന്റിലും. ഇപ്പോൾ നമ്മൾ കാഥോഡ് റേ ട്യൂബിലായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ CRT കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്, അതിലും നമുക്ക് ഇലക്ട്രോൺസ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഡിഫ്ലക്ട് ചെയ്താൽ നമ്മൾ ടെലിവിഷൻ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മുടെ ഓസ്ലോസ്കോപ്പിന്റെ ഒക്കെ സ്ക്രീൻ നോക്കി കഴിഞ്ഞാൽ അതെന്താണ്, CRT മോണിറ്റേഴ്സ് ആണ്. അപ്പൊ അവിടെയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് അവിടെ നമ്മൾ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അയനൈസേഷൻ പവർ കമ്പാരിറ്റീവ്ലി എന്താണ്, ലോ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബീറ്റ റേഡിയേഷൻ നമ്മൾ അത്രയും ഹിറ്റ് ചെയ്ത് നമുക്ക് അത്രയും ഒരു പ്രശ്നം വരത്തില്ല. നമ്മുടെ ബോഡിയിൽ ബീറ്റ റേഡിയേഷൻ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, അത്രയും ഒരു പ്രോബ്ലം വരത്തില്ല. കാരണം അവരുടെ അയനൈസേഷൻ പവർ കമ്പാരിറ്റീവ്ലി എന്താണ്, ലോ ആണ്. ഓക്കെ, ഈ അയനൈസേഷൻ പവർ കൂടിക്കഴിഞ്ഞാൽ ശരിക്കും സംഭവിക്കുന്നത്, നമ്മുടെ ബോഡിയിൽ ടിഷ്യൂസിൽ എത്തുമ്പോൾ അതെന്ത് ചെയ്യും, ആ മോളിക്യൂൾസിന് അത് എക്സ്ട്രാ വൈബ്രേറ്റ് ചെയ്ത് അതെന്ത് ചെയ്യും, കൈൻഡ് ചേഞ്ച് കൂട്ടുകയും ടെമ്പറേച്ചർ കൂട്ടും അതിന്റെ ആ മോളിക്യൂൾസിന്. പിന്നെ ആ മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നിൽക്കാൻ പറ്റില്ല, പിന്നെ അത് ക്യാൻസർ സെൽസ് ആയിട്ട് മാറും. അങ്ങനെയാണ് നമുക്ക് ഈ റേഡിയേഷൻസ് അടിക്കുന്ന സമയത്ത് ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എക്സ്റേസും ഓവർ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ എക്സ്റേസും എന്താണ്, ദോഷമാണ്. ഓക്കെ, ഓവർ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ എക്സ്റേസ് നമുക്ക് നല്ലതല്ല, അത് നമ്മുടെ ബോഡിക്ക് ദോഷമായിട്ടാണ് വരുന്നത്. കാരണം അവിടെ സംഭവിക്കുന്ന ഇതാണ്, നമ്മുടെ മോളിക്യൂൾസ് ബയോമോളിക്യൂൾസ് എത്തുന്ന സമയത്ത് ടിഷ്യൂസിനകത്ത് എന്ത് ചെയ്യും, അവിടെ ഇരിക്കുന്ന ആറ്റംസ് വൈബ്രേഷൻസ് കൂടും. അങ്ങനെ കൈൻഡ് കഞ്ച് ഇൻക്രീസ് ആവുകയും പിന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി ആ സെൽസ് ഡെഡ് സെൽസ് ആയിട്ട് മാറും. അങ്ങനെയാണ് അവിടെ ഡാമേജ് ഉണ്ടാവും, ടിഷ്യൂ ഡാമേജ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഈ ബീറ്റ റേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സിൽ പ്രസൻസ് കാണിക്കുക അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. അത് നോർമലി നമ്മൾ ഇലക്ട്രോൺസ് റേസ് ഹിറ്റ് ചെയ്താലും ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നോർമലി ഉള്ള ഒരു കാര്യമാണ്. ഇലക്ട്രോൺസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സിൽ അതിന്റെ അഫക്റ്റിംഗ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, they penetrate through the thin metal foils and their penetrating power is greater than that of alpha rays. അപ്പോൾ ഇതിന്റെ പെനിട്രേറ്റിംഗ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഇതിനെ പെനിട്രേറ്റ് ചെയ്ത് പോകേണ്ട പവറിനാണ് എന്ത് പറയുന്നത്, പെനിട്രേറ്റിംഗ് പവർ എന്ന് വെച്ചാൽ കടന്നു പോവുക. ഈ ഒരു ബ്ലോക്ക് ശ്രദ്ധിക്കുക, കണ്ടോ, ഇതാണ് ഇപ്പോൾ ആൽഫ റേസ് എന്ന് വെച്ചാൽ ഈ റെപ്രസെന്റേഷനിൽ ഇതാണ് ആൽഫ റേസ്. അത് എന്ത് ചെയ്യുന്നുള്ളൂ,
പേപ്പർ അത് മാത്രമേ എന്ത് കടന്നു പോകുന്നുള്ളൂ. പക്ഷെ ബീറ്റ റേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി കട്ടിയുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പറ്റും, കടന്ന് പോകാൻ പറ്റും. ഏറ്റവും കൂടുതൽ പെനിട്രേഷൻ പവർ ഉള്ളത് എന്തിനാണ്, അത് നമ്മുടെ ഗാമ റേസിനാണ്. ഓക്കെ, ഗാമ റേസിനാണ് പെനിട്രേഷൻ പവർ കൂടുതൽ എന്ന് പറയുന്നത്. അതാണ് പെനിട്രേഷൻ. പെനിട്രേഷൻ മീൻസ് കടന്നു പോവുക, ഒരു മെറ്റലിനെ കടന്ന് ബൈപ്പാസ് ചെയ്ത് പോവുക. അപ്പോൾ പെനിട്രേറ്റിംഗ് പവർ എന്താണ്, ദ പെനിട്രേറ്റിംഗ് ത്രൂ തിൻ മെറ്റൽ ഫോയിൽസ് ആൻഡ് പെനിട്രേറ്റിംഗ് പവർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ആൽഫ റേസ്. ആൽഫ റേസിനെ കാട്ടി ബീറ്റ റേസിന് എന്തുണ്ട്, പെനിട്രേറ്റിംഗ് പവർ ഉണ്ട്. ഓക്കെ, അതാണ് ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുക. They produce fluorescence when they fall on a substance like barium, platinum, cyanide. എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൂറസെൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാരിയം, പ്ലാറ്റിനം, സയനൈഡ്, അത് ബാരിയം, പ്ലാറ്റിനം, സയനൈഡ് മാത്രമല്ല അതിൽ കൂടുതലുള്ള സബ്സ്റ്റൻസിലും ഇലക്ട്രോൺസ് ഒന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലൂറസെൻസ് കാണിക്കാൻ പറ്റും. ഓക്കെ, മിക്ക മെറ്റീരിയൽസിലും നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, വേറെ എലമെന്റ്സ് ഉണ്ട് ഈ ഫ്ലൂറസെൻസ് കാണിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ബീറ്റ റേസ് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് that is it shows the fluorescence on the barium, platinum, cyanide. ഇത്രയാണ് നമുക്ക് ബീറ്റ റേസിന്റെ പ്രോപ്പർട്ടീസിൽ നോക്കാനുള്ളത്. അപ്പോൾ ബീറ്റ റേസ് എന്താണ്, ബീറ്റ റേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ആണ് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുന്നത്. ഇലക്ട്രോൺസ് ആണ്. എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിന്റെ ബിഹേവിയർ എല്ലാം അതിന് കാണാൻ പറ്റും. കാരണം പ്യുവർലി ഇലക്ട്രോൺ ആണ്. ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും എന്തെങ്കിലും ഡിഫ്ലക്ഷൻ കാണിക്കും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് അഫക്ട് ചെയ്യും. അതേപോലെ തന്നെ പെനിട്രേഷൻ പവർ ആൽഫ റേസിനെ കാട്ടി ബീറ്റ റേസിന് കൂടുതലാണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബാരിയം, പ്ലാറ്റിനം, സയനൈഡ് പോലെയുള്ള മെറ്റീരിയൽസ് ഒന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ 7 പോയിന്റ്സ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഗാമ റേസ് ആണ്. ഈ ഗാമ റേസ് മീൻസ് അത് ശരിക്കും എന്തല്ല, നേരത്തെ പാർട്ടിക്കിൾസ് ആയിരുന്നു. നേരത്തെ ഇപ്പോൾ ഒന്ന് ഇലക്ട്രോൺ പാർട്ടിക്കിളും തൊട്ട് മുന്നേ പറയും ഹീലിയം ആറ്റവും, രണ്ട് പാർട്ടിക്കിൾസ്. പക്ഷെ ഇത് ശരിക്കും എന്താണ്, ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. നമ്മളെ ഗാമ റേസ് എന്ന് പറയുന്നത് പ്യുവർലി എന്താണ്, അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് വെച്ചാൽ നമുക്ക് EM സ്പെക്ട്രത്തിൽ വരുന്നതാണ്. ഓക്കെ, EM സ്പെക്ട്രത്തിനകത്ത് വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഗാമ റേസ് എന്ന് പറയുന്നത്. ഇതില് ഗാമ റേസിന്റെ വേവ് ലെങ്ത് വന്നിട്ട് 10⁻⁻12 ആണ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രീക്വൻസി റേഞ്ച്. ഗാമ റേസിന്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്, ഇറ്റ് ഈസ് ഓഫ് ദ ഫ്രീക്വൻസി റേഞ്ച് 10⁻⁻12 ആ ഒരു റേഞ്ചിൽ വരും. ഗാമ റേസിന്റെ വേവ് ലെങ്ത് വന്നിട്ട് 10⁻⁻11. അതുപോലെ തന്നെ ഫ്രീക്വൻസി, ആൻഡ് ദ ഫ്രീക്വൻസി ഈസ് എബോവ് 30 × 10⁻18 ഹെർട്സ്. ഓക്കെ, ഇതാണ് ഗാമ റേസിന്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർലി ഗാമ റേസ് എന്താണ്, ഇറ്റ് ഈസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആവുമ്പോൾ നമ്മുടെ ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ വരും. ഓക്കെ, കാരണം സ്പീഡ് ലൈറ്റിന്റെ സ്പീഡായിരിക്കും. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും എന്ത് ചെയ്യത്തില്ല, അഫക്ട് ചെയ്യത്തില്ല. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആകുമ്പോൾ അവരുടെ ഇറ്റ് സെൽഫിന് എന്ത് ചെയ്യും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിന്റെ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റില്ല. അങ്ങനെ വരുത്താൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ആ ലൈറ്റ് റേസിന് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുത്ത് നമുക്ക് ബെൻഡിങ് ഒക്കെ നടത്താൻ പറ്റും. പക്ഷെ ലൈറ്റ് എന്ത് ചെയ്യുന്നില്ല, ആ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ എക്സ്റ്റേണലി നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ബെൻഡിങ് ഒന്നും ഒബ്സർവ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനൊരു റീസൺ എന്താണ്, they are not affected by electric and magnetic field. കാരണം ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ല എന്നാണ് പറയുന്നത്. ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റൂ, ഡിഫ്ലക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ സ്പീഡ് എത്രയാണ്, സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ മറ്റതിന്റെയൊക്കെ സ്പീഡുകൾ തൊട്ട് മുന്നേ പറഞ്ഞ ബീറ്റ റേസിന്റെയും ആൽഫ റേസിന്റെയൊക്കെ സ്പീഡ് കമ്പാരിറ്റീവ്ലി സ്പീഡ് ഓഫ് ലൈറ്റിനെ കാട്ടി എന്തായിരിക്കും, കുറച്ച് കുറവായിരിക്കും. ഓക്കെ, they travel with, കാരണം മാക്സിമം സ്പീഡ് എത്രയാണ്, അത് ലൈറ്റിനാണ് മാക്സിമം സ്പീഡ്, ഫോട്ടോൺസിനാണ്. They travel with the velocity of light. They produce very less ionization. Okay, ഏറ്റവും കുറഞ്ഞ അയണൈസേഷൻ മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഗാമ റേസ് ഒരു ഇതിൽ കൂടി പാസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യത്തില്ല, അയണൈസേഷൻ അത്രയും കാണത്തില്ല. പക്ഷെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ they have a very high penetrating power greater than that of the beta rays. പക്ഷേ ഇതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ എന്തുണ്ട്, ബീറ്റ റേസിനെ കാട്ടിയും ഹൈ പെനിട്രേറ്റിംഗ് പവർ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ഫിഗറിൽ കാണിച്ചത്. എന്ത് ചെയ്യുന്നുണ്ട്, ലെഡ് ബ്ലോക്കിനെ വരെ അത് എന്ത് ചെയ്യാണ്, പെനിട്രേറ്റ് ചെയ്ത് പോവാണ്. കണ്ടോ, ആൽഫ റേസ് ജസ്റ്റ് ഇപ്പോൾ ഒരു പേപ്പറിൽ മാത്രമേ പോകുന്നുള്ളൂ. ബീറ്റ റേസ് പേപ്പറിനെ കടന്ന് പെർപ്ലെക്സ് എത്തുമ്പോൾ ബ്ലോക്ക് ആവുന്നുണ്ട്. പക്ഷെ ഗാമ റേസ് പേപ്പറും പെർപ്ലെക്സും ലെഡും കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് അബ്സോർപ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കുറച്ച് മാത്രമേ പുറത്ത് പോകുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും പവർഫുൾ ഏതാണ് പെനിട്രേഷന്റെ കാര്യത്തിൽ,
പെനിട്രേഷന്റെ കാര്യത്തിൽ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഗാമ റേസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഗാമ റേസ് ആണ് മോസ്റ്റ് ഹൈ ആയിട്ടുള്ള പെനിട്രേറ്റിംഗ് പവർ ഉള്ളത്. ദേ പ്രൊഡ്യൂസ് ഫ്ലൂറസെൻസ്. ഇവിടെ എന്ത് ചെയ്യാം, ഗാമ റേസ് ഒന്ന് ഹിറ്റ് ചെയ്താൽ ഫ്ലൂറസെൻസ് കാണിക്കും. എട്ടാമത്തെ പോയിന്റ് ആണ് they are refracted by crystals in the same way like the X-ray are diffracted. അപ്പോൾ നമ്മുടെ എക്സ്റേസ് ഡിഫ്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റേസ് ഡിഫ്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഗാമ റേസ് ഉപയോഗിച്ചും ക്രിസ്റ്റലിന് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ വന്ന് വീഴുന്ന സമയത്ത് ഡിഫ്രാക്ഷൻ പാറ്റേൺസ് എന്ത് ചെയ്യാറുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഗാമ റേസിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഒന്നുകൂടി ഒന്ന് പറയാം. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ആദ്യം പറഞ്ഞത് ആൽഫ റേസിനെ കുറിച്ചാണ്. അത് പോസിറ്റീവ് ആണ്, ഹീലിയം ആറ്റം ആണ്, എന്ത് ചെയ്യും, സ്ട്രേറ്റ് ലൈൻ പാത്ത് ഫോളോ ചെയ്യും, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെച്ച് ഡിഫ്ലക്ഷൻ കൊടുക്കാൻ പറ്റും. അയണൈസേഷന്റെ പവർ എന്താണ്, അയണൈസേഷൻ പവർ ഈസ് 100 times greater than that of the beta rays and 10,000 times greater than that of the gamma rays. അപ്പോൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. പെനിട്രേഷൻ പവർ എത്രയാണ്, പെനിട്രേഷൻ പവർ ഗാമയെക്കാട്ടിയും ബീറ്റയെക്കാട്ടിയും കുറവാണ്. ഓക്കെ, ഗാമയെക്കാട്ടിയും ബീറ്റയെക്കാട്ടിയും ഇതിന് കുറവാണ്. സ്കാറ്ററിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗോൾഡ് പോലത്തെ ഹെവി എലമെന്റ്സ് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്കാറ്ററിങ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലൂറസെൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സിംഗിൾ സൾഫൈഡും ബാരിയം പ്ലാറ്റിനം സയനൈഡിലും ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അടുത്ത പറഞ്ഞാൽ ബീറ്റ റേസ്, സെക്കൻഡ് റേ ആണ്. ബീറ്റ റേസ് എന്ത് ചെയ്യുന്നുണ്ട്, it shows the deflection when it is reached near to a native charge plate. Native charge plate എടുത്തുമ്പോൾ ഡിഫ്ലക്ഷൻ കാണിക്കും. കാരണം എന്താണ്, ബീറ്റ റേസ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺസ് ആണ്, പ്യൂർലി ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ സ്പീഡ് എത്രയാണ്, സ്പീഡ് which is equal to 0.3 into 10 raised that is of the speed of light, 0.3 times the speed of light or 0.99 times the speed of light. അടുത്ത പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഡിഫ്ലക്ഷൻ കാണിക്കും. അയണൈസേഷൻ പവർ കമ്പാരിറ്റീവ്ലി ലോ ആണ്, എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. പെനിട്രേഷൻ ആൽഫയെക്കാട്ടിയും കൂടുതലാണ്. ഓക്കെ, ആൽഫയെക്കാട്ടിയും കൂടുതലാണ്. നെക്സ്റ്റ് പറഞ്ഞാൽ ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഗാമ റേസ്. ഗാമ റേസ് എന്ന് വെച്ചാൽ പാർട്ടിക്കിൾസ് ഒന്നുമല്ല, പ്യുവർലി എന്താണ്, ഇറ്റ് ഈസ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്, വിത്ത് വെരി ഷോർട്ട് വേവ് ലെങ്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, ഇപ്പോൾ വേവ് ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അതാണ് റിലേഷൻ. ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിലും ഡിഫ്ലക്ഷൻ കാണിക്കുന്നില്ല. സ്പീഡ് എന്ന് വെച്ചാൽ ലൈറ്റിന്റെ സ്പീഡിൽ അതേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അയനൈസേഷൻ കുറവാണ്, പക്ഷെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പെനിട്രേഷൻ പവർ കൂടുതലാണ്. പിന്നെ എക്സ്ട്രാ ഡിഫ്രാക്ഷൻസ് കാണിക്കുന്ന പോലെ ഗാമ റേസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്റ്റൽ വീഴുന്ന സമയത്ത് ഡിഫ്രാക്ഷൻ പാറ്റേൺസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനകത്തുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് വരുന്നത് നമുക്ക് ഇത്രയാണ്. ഓരോന്നിന്റെ എന്ത് ചെയ്യുക, പ്രോപ്പർട്ടീസ് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് ഗാമ റേസ്, ആൽഫ റേസ്, ബീറ്റ റേസിനെ കുറിച്ച് എന്ത് ചെയ്യുക, സ്റ്റഡീസ് ചെയ്യുക. ഇതാണ് ഇതിനകത്തെ മെയിൻ ടോപ്പിക്. ഇനി അടുത്ത് നമുക്ക് ഇത് നോക്കേണ്ടത് ഇതിന്റെ കുറച്ച് ലോസും കാര്യങ്ങളാണ്. നമ്മളിപ്പോ ഇത് കാര്യം നോർമലി ഇപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യുള്ളൂ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ സിലബസിൽ തന്നെ ആദ്യത്തേതാണ് ആൽഫ ഡി കെ, ബേസിക്സ് ഓഫ് ആൽഫ ഡി കെ പ്രോസ് എന്നാണ് കിടക്കുന്നത്. ഓക്കെ, തിയറി ഓഫ് ആൽഫ എമിഷൻ, ഇതാണ് ആദ്യത്തെ ടോപ്പിക്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്ര ഇതിന്റെ റേഡിയോ ആക്ടിവിറ്റി ഇൻട്രൊഡക്ഷൻ ആണ്. പക്ഷെ നിങ്ങൾ എക്സാമിനേഷന് സിലബസ് അങ്ങനെ ഡെഫിനിഷൻ ഓഫ് ആൽഫ ബീറ്റ ഗാമ കൊടുത്തിട്ടില്ല എങ്കിലും ഇതൊക്കെ എന്ത് ചെയ്യാം, എക്സാമിനേഷൻ ചോദിക്കാം. റൈറ്റ് എ ബ്രീഫ് ഐഡിയ അബൌട്ട് റേഡിയോ ആക്ടിവിറ്റി ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് ഓഫ് ദ റേഡിയേഷൻ. എന്ത് ചെയ്യണം, പോയിന്റ് ചെയ്ത് ഇതുപോലെ ഓരോന്നും എഴുതുക. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് കൂടി വരയ്ക്കുക കേട്ടോ. പ്രോപ്പർട്ടീസ് ചോദിക്കുവാണെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റ് ഈ ഒരു ഫിഗർ കൂടി എന്ത് ചെയ്യുക, വരയ്ക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന ഫിഗർ ആണ്, ഇതുകൂടി എന്ത് ചെയ്യുക, വരയ്ക്കുക. കാരണം കുറച്ചൊരു മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫിഗർ കൂടി വരയ്ക്കാൻ ശ്രമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഇതുപോലെ പ്രോപ്പർട്ടീസ് മാർക്ക് ചെയ്യണം, ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇന്ന് ഒരു ആൽഫ റേഡിയേഷനുമായി ബന്ധപ്പെട്ട്, ആൽഫ ഡി കെയുമായി ബന്ധപ്പെട്ട് ഒരു ലോ കൂടി നമുക്ക് നോക്കിയതിനു ശേഷം വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ആൽഫ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഫസ്റ്റ് ലോ ആണ് റേഡിയോ ആക്റ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ലോ. ഓക്കെ, അപ്പൊ ഒരു വേർഡ് സൂചിക്കുന്ന പോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് മീൻസ് എന്തെങ്കിലും എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അപ്പൊ ഇതിൽ മൂവ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു ആറ്റം എടുക്കുവാണെങ്കിൽ ആ ആറ്റത്തിൽ നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ അതിന്റെ ഡോട്ടർ ന്യൂക്ലിയ എവിടെ വരും, അല്ലെങ്കിൽ ഏതാണ് ഡോട്ടർ ന്യൂക്ലിയ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന ലോ ആണ് ഈ റേഡിയോ ആക്റ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റേഡിയോ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത്, ദാറ്റ് ഈസ് ഡ്യൂറിങ് എ റേഡിയോ ആക്റ്റീവ് ഡിസഇന്റഗ്രേഷൻ, ദ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിസഇന്റഗ്രേഷൻ നടക്കും. അപ്പോൾ ഡിസഇന്റഗ്രേഷൻ നടക്കുന്ന എലമെന്റ്സിനെ, ഓക്കെ, ഡിസഇന്റഗ്രേഷന് നടക്കുന്ന എലമെന്റ്സ് നമ്മൾ എന്ത് പറയും, പാരന്റ് ന്യൂക്ലിയ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ പാരന്റ് ന്യൂക്ലിയ ആണ് എന്ത് ചെയ്യുന്നത്, അത് റേഡിയോ ആക്ടിവിറ്റിയിലോട്ട് വിധേയമാവുന്നത്. അപ്പോൾ പാരന്റ് ന്യൂക്ലിയ റേഡിയോ ആക്ടിവിറ്റി നടത്തി എന്ത് ചെയ്യും, റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഡോട്ടർ ന്യൂക്ലിയ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. നേരത്തെ നമ്മൾ കണ്ട ഈ ഒരു ഫിഗർ ആണ് അത്. കണ്ടു, ഇതാണ് പാരന്റ് ന്യൂക്ലിയ.
ഐസോടോപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുക. ഐസോടോപ്പ് എടുത്താലും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെ. എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, പാരന്റ് ന്യൂക്ലിയ ഉണ്ട്, അതേപോലെ തന്നെ ഡോട്ടർ ഐസോടോപ്പ് ന്യൂക്ലിയസ് ഐസോടോപ്സും ഉണ്ട്. ഇതിപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാരന്റ് ന്യൂക്ലിയ ഇരിപ്പുണ്ട്. ഓക്കെ, ഒരു പാരന്റ് ന്യൂക്ലിയ ഇരിപ്പുണ്ട്. അവരെന്ത് ചെയ്യാണ്, റേഡിയോ ആക്ടിവിറ്റി തുടങ്ങുവാണ്. ഓക്കെ, റേഡിയോ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ റേഡിയേഷൻസ് എമിറ്റ് ചെയ്തു. ഈ പോകുന്നത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്തു, ഒരു ഡോട്ടർ ഐസോടോപ്പിനെ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ പിന്നിൽ നടക്കുന്നത്. അതിപ്പോ ആൽഫ റേഡിയേഷൻ ആയാലും ഏതായാലും പാരന്റ് ന്യൂക്ലിയ ഉണ്ട്, ഡോട്ടർ ന്യൂക്ലിയ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു law, during a radioactivity disintegration, the nuclei which undergo disintegration is called a parent nuclei. That which remain after the disintegration is called a daughter nuclei. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിക്ക് വിധേയമാവുന്നതിന് പാരന്റ് ന്യൂക്ലിയ എന്നും, റേഡിയോ ആക്ടിവിറ്റി ശേഷം കിട്ടുന്ന റിസൾട്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റിന് നമ്മൾ ഡോട്ടർ ന്യൂക്ലിയ എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പൊ 1930 സൊഡെ ആൻഡ് ഫജാൻ എന്ന സയന്റിസ്റ്റുമാർ എന്ത് ചെയ്തു, ഒരു ഡിസ്പ്ലേസ്മെന്റ് ലോ കൊണ്ടുവന്നു. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ആൽഫ ഡിക്ക് നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഡോട്ടർ ന്യൂക്ലിയ എവിടെ വരും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ലോ ആണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ലോ ഇവിടെ പാരന്റ് ന്യൂക്ലിയയുടെ കേസ് മാത്രമല്ല, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്. ഒരു ആൽഫ ഡിക്ക് നടക്കുകയാണെങ്കിൽ when a radioactive nucleus disintegrates by emitting an alpha particle, the atomic number decreased by 2 and the mass number decreased by 4. എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആൽഫ ഡിക്ക് നടക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ അറ്റോമിക് നമ്പർ 2 വെച്ചും മാസ് നമ്പർ 4 വെച്ചും എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിവിടെ ഒരു എലമെന്റ് എടുത്തിട്ടുണ്ട്. അതാണ് ഈ എലമെന്റ് എക്സ് ഇസഡ് എ. ഇസഡ് എന്ന് വെച്ചാൽ എന്താണ്, ഇസഡ് എന്ന് പറയുന്ന അറ്റോമിക് നമ്പറും എ എന്ന് പറയുന്നത് എന്തായിരിക്കും, മാസ് നമ്പറും. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്, ഒരു റേഡിയോ ആക്റ്റീവ് ആൽഫ ഡിക്ക് നടക്കുന്നു. അപ്പൊ ആൽഫ ഡിക്ക് നടക്കുക മീൻസ് എന്ത് ചെയ്യുക, ഒരു ഹീലിയം ആറ്റം എമിറ്റ് ചെയ്യുക. കണ്ടോ, ഒരു ഹീലിയം ആറ്റം ഞാൻ ഇപ്പോൾ അവിടെ എമിറ്റ് ചെയ്തു. ഹീലിയം ആറ്റം ഉള്ള ആൽഫ എന്ന് പറയുന്നത്. ആൽഫ മീൻസ് ഹീലിയം ആറ്റം, ബീറ്റ മീൻസ് ഇലക്ട്രോൺ, ഗാമ മീൻസ് എന്താണ്, ഫോട്ടോൺ. ഫോട്ടോൺ മീൻസ് ഫോട്ടോൺ എന്നല്ല, ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ വരുന്നത്. ഇവിടെ ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു. ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹീലിയം ആറ്റം ലിബറേറ്റ് ചെയ്യണം. അപ്പോൾ ഹീലിയം ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2, മാസ് നമ്പർ 4 ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ 2, മാസ് നമ്പർ 4. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചാലേ കിട്ടത്തുള്ളൂ. കാരണം ഇവിടെ റേഡിയോ ആക്റ്റീവ് നമ്മൾ പ്രത്യേകിച്ച് ഒരു എലമെന്റ് കൊടുക്കുന്നില്ല, വേറെ ഒന്നും നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ല. നമുക്കിവിടെ ഉള്ളതിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കിവിടെ ഉണ്ടായിരുന്ന എന്താണ്, ഇസഡ്, ഈ ഒരു എലമെന്റ് ആണ് എന്റെ കയ്യിലിരുന്നത്. ദാറ്റ് ഈസ് എക്സ് എ ഇസഡ്, ഇതാണ് എന്റെ കയ്യിലിരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, 2 കുറച്ചു, ഇവിടെ ഞാൻ 4 കുറച്ചു. അപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്, ദാറ്റ് ഈസ് ഒരു ഹീലിയം ആറ്റം കിട്ടിയത്, ഹീലിയം. അപ്പൊ ഇവിടെ വരുന്നതിന് നമ്മൾ എന്ത് പറയും, ഇവിടെ വരുന്നതിന് പറഞ്ഞപ്പോഴാണ് ഡോട്ടർ ന്യൂക്ലിയ. ഇത് ആൽഫ പാർട്ടിക്കിൾ, എമിറ്റ് ചെയ്തു. ഇവിടെ വരുന്ന എന്തായിരിക്കും, അതാണ് ഡോട്ടർ ന്യൂക്ലിയ. ഇതാണ് എന്ത്, പാരന്റ് ന്യൂക്ലിയ. റേഡിയോ ആക്റ്റീവ് ഡിസിന്റഗ്രേഷൻ വിധേയമാവുന്നതിനെ പാരന്റ് ന്യൂക്ലിയ എന്നും, കിട്ടുന്ന പ്രോഡക്റ്റിനെ നമ്മൾ ഡോട്ടർ ന്യൂക്ലിയ എന്ന് വിളിക്കും. എമിറ്റീവ് റേഡിയേഷൻസ് എന്താണ്, ഇപ്പൊ എമിറ്റീവ് റേഡിയേഷൻ ആൽഫയാണ്. ഓക്കെ, ഇതിപ്പോ ആൽഫ റേഡിയേഷനെ ബന്ധപ്പെട്ട് വരുന്ന റേഡിയോ ആക്റ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എടുക്കുന്നത് റേഡിയോ ആണ്. റേഡിയോ മീൻസ് റേഡിയോ ആണ്. അപ്പോൾ റേഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, അറ്റോമിക് നമ്പർ താഴെ വരുന്ന അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇസഡ് ആണ്. അപ്പൊ ഇസഡ് അറ്റോമിക് നമ്പർ 88 ആണ്. അതേപോലെ മാസ് നമ്പർ 226 ആണ്. അപ്പൊ ഇതിപ്പോ ഒരു റേഡിയോ ആക്ടിവിറ്റി നടത്തുവാണ് കേട്ടോ. ഇപ്പൊ റേഡിയോ ആക്ടിവിറ്റി നടത്തി, റേഡിയോ ആക്ടിവിറ്റി നടക്കും, താനേ നടന്നോളും. കാരണം അത് 82 മുകളിലോട്ട് വരുന്നതല്ലേ. അറ്റോമിക് നമ്പർ 88 ആണ്. അപ്പൊ റേഡിയോ ആക്ടിവിറ്റി നടന്നോളും. സ്റ്റേബിൾ ആവാൻ വേണ്ടി റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അപ്പൊ ഇതിപ്പോ ഒരു റേഡിയേഷൻസ് എമിറ്റ് ചെയ്തു, ആൽഫ ഡിക്കാണ് എമിറ്റ് ചെയ്തത്. ഇത് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 88 അറ്റോമിക് നമ്പർ ഉള്ള ഒരു റേഡിയം അത് എന്ത് ചെയ്യുന്നുണ്ട്, 2 ഹീലിയം 2 He4 എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ എന്തായി മാറി, റേഡിയം എന്തായിട്ട് മാറി, നമുക്കവിടെ 86 അറ്റോമിക് നമ്പർ ഉള്ള ദാറ്റ് ഈസ് റെഡോൺ ആയിട്ട് മാറി. അതാണ് പറഞ്ഞത് എന്ത്, ദാറ്റ് ഈസ് when a radioactive nuclei disintegrated by emitting alpha particle, the atomic number decreases by 2 and the mass number decreases by 4. Okay, atomic number 2 കുറയും, മാസ് നമ്പർ എന്ത് ചെയ്യും, 4 കുറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പീരിയോഡിക് ടേബിൾ ഇപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ റേഡിയം ഒരു ആൽഫ ഡിക്ക് നടത്തി കഴിഞ്ഞാൽ ഏതായിരിക്കും ഡോട്ടർ ന്യൂക്ലിയ നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യാൻ മതി, 2 കുറച്ചാൽ മതി. ഓക്കെ, ആറ്റോമിക് നമ്പർ 2 കുറച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അടുത്ത എലമെന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ അടുത്ത് നമ്മൾ വേറെ യുറാനിയം ആണ് കൊടുക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ യുറാനിയം ആണ് എന്ത് ചെയ്യുന്നത്, യുറാനിയം ആണ് ആൽഫ പാർട്ടിക്കിൾ, യുറാനിയം 92 ആണ്. ഇതേപോലെ തന്നെ അതിന്റെ മാസ് നമ്പർ വന്നിട്ട് 238 ആണ്. ഈ ഒരു ആൽഫ ഡിക്ക് നടക്കുവാണ് കേട്ടോ, ഒരു ആൽഫ ഡിക്ക് നടക്കുവാണ്.
അപ്പൊ ആദ്യം ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു He2. ബാക്കി എനിക്ക് എന്ത് കിട്ടും? 92-ൽ നിന്ന് നമുക്ക് എത്ര കുറയ്ക്കണം? 92 എന്ന് 2 കുറയ്ക്കണം. അപ്പൊ നമുക്ക് 90 വരും. 90 എന്ന് പറഞ്ഞ ഏത് എലമെന്റ് ആണ്? 90 എന്ന് പറയുന്നത് തോറിയമാണ്. ഓക്കെ, 90 എന്ന് പറയുന്നത് തോറിയമാണ്. തോറിയം. അതിന്റെ മാസ് നമ്പർ 4 കുറയണം. മാസ് നമ്പർ 4 കുറയുമ്പോൾ തോറിയം 234 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആൽഫ ഡീകെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് റേഡിയോ ആക്റ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ലോ.